ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി3 എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാസ്ക് ആണ്. എങ്ങനെ ഒരു കിടിലൻ മാസ്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഓണമാണ്. അപ്പോൾ ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെഷർ ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ മെഷറിംഗ് ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കെയിൽ വെച്ചാണ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു 6 സെൻറ്റിമീറ്റർ നമുക്ക് നീളത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അത് നമ്മുടെ ഈ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗമാണ് ഈ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് വരുന്ന മാതിരി നമ്മളൊരു 12ഉം 11ഉം ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ 6 മാർക്ക് ചെയ്തു, 12 മാർക്ക് ചെയ്തു, 11 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തത് മാത്രം കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒരു സെൻറ്റിമീറ്റർ നമ്മൾ എന്തായാലും കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് അകത്തോട്ട് കയറി പോകുമല്ലോ, അതിന് വേണ്ടിയാണ്. അല്ലാതെ ഇത് ചെറുതാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എല്ലാ ഭാഗത്തും മെഷർമെൻറ്റ് കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ 12 മാർക്ക് ചെയ്തു, 11 ടോട്ടൽ മാസ്ക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 14 ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് നമ്മളൊന്ന് കർവ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പം ഞാനിവിടെ എന്താ പറയുക, ലൈനിങ് വെച്ച്, അതായത് ഒരു 4 ലെയർ ആയിട്ടാണ് ഒരു സൈഡിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 4 നല്ല കോട്ടൺ പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ലൈനിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അകത്ത് വെക്കാനുള്ള തുണി റെഡി ആയിട്ടുണ്ട്. ഇനി ആ മെഷർമെൻറ്റ് വെച്ച് നമുക്ക് നമ്മുടെ മെയിൻ മാസ്കിൻ്റെ മെറ്റീരിയൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഒരു കസവ്, നല്ല കസവ് പോലെയുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡിൽ, അതായത് ലൈനിങ് പീസ് 4 എണ്ണം, പിന്നെ നമ്മുടെ മെയിൻ മാസ്കിൻ്റെ ഗോൾഡൻ മെറ്റീരിയൽ 4 എണ്ണമാണ് ഇപ്പോൾ ഉള്ളതും കട്ട് ചെയ്തത്. അതായത് ഒരു സൈഡിൽ തന്നെ നമുക്ക് 4 പീസ് വരും. അപ്പം നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഒരു ലൈനിങ് പീസ് വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ഗോൾഡൻ മെറ്റീരിയൽ, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ, പിന്നെ ഏറ്റവും പുറമേ ആയിട്ട് നമ്മുടെ വൈറ്റ് ലൈനിങ് ആ മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയലും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ തിരിച്ചിടുമ്പോൾ അത് 2 ഭാഗത്തും ഗോൾഡൻ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ആദ്യം ആ കർവ് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ മാസ്ക് ആക്കി എടുക്കാം. അതായത് 2 മാസ്ക് ആക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് വേണമെങ്കിൽ ഒറ്റ മാസ്ക് ആയിട്ട് എടുക്കാം. അപ്പോൾ കർവ് പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മൊത്തത്തിലൊന്ന് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. അപ്പം നമ്മളൊന്ന് മൊത്തത്തിൽ മാസ്ക് ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തു. ഇനി നമ്മളിത് ഒന്ന് തിരിച്ചിടാൻ വേണ്ടി ഒരു പോർഷൻ ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി അത് കൂടി നമുക്ക് നല്ല പാട്ട് പുറത്തെടുക്കും. അപ്പോൾ ആ വിട്ട പോർഷനിൽ കൂടി ഞാൻ നല്ല ഭാഗം പുറത്തേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീതിയിലാണ് ഹോള് വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മാസ്ക്. അപ്പോൾ 2 സൈഡിലായിട്ട് ഞാൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത്, നമുക്ക് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിക്, അല്ലെങ്കിൽ നമുക്ക് വള്ളി വെച്ച്, അതായത് കസവ് വള്ളി വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇലാസ്റ്റിക് ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വെയർ ചെയ്യാനും അത് കംഫർട്ടായിരിക്കും. അപ്പം നമ്മൾ ഇലാസ്റ്റിക്കും കൂടി വെച്ച് നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് എംബ്രോയിഡറി ആണെങ്കിൽ എംബ്രോയിഡറി, ബീഡ്സ് വർക്ക് ആണെങ്കിൽ ബീഡ്സ് വർക്ക്, അങ്ങനെ വെച്ച് നമുക്കിതൊന്ന് ഒന്ന് മോടി പിടിപ്പിച്ച് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു നല്ല ഒരു റെഡ് ഗോൾഡൻ ഒരു സ്റ്റോണാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഗ്ലൂ വെച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമുക്ക് തുന്നി പിടിപ്പിക്കാനും പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണ്, ഏത് ഫ്ലവറിൻ്റെ ടൈപ്പാണോ അല്ല ഒന്ന് നീളത്തിൽ വെറുതെ ഒന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക, എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഈ ഒരു മോഡലിലാണ് ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒറ്റ സൈഡ് മാത്രം സ്റ്റോൺ വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി. അപ്പോൾ ഇത് ബേസിക് സ്റ്റിച്ചിങ് ആണ്, ആർക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി വീട്ടിലിരുന്ന് ഓണം നല്ല സ്റ്റൈലായിട്ട് ആഘോഷിക്കാം.